ഞാൻ ഈ സാഹസങ്ങളൊക്കെ കാണിക്കുന്നത് എന്തിനാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇതാ ഇപ്പം മനസ്സിലായി കാണും. സെറ്റപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ. ചെറിയൊരു ബർത്ത്ഡേ സർപ്രൈസാണ്. വേറെ ആർക്കും അല്ല, ഏട്ടന്. എല്ലാ ബർത്ത്ഡേക്കും ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട്, പക്ഷേ ഇങ്ങനെ ബാക്ക് ഡ്രോപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇത് ആദ്യമായിട്ടാണ്. കുട്ടൂനെ വെച്ച് ഇത്രയെങ്കിലും ഒപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊട്ടും വിചാരിച്ചില്ല കേട്ടോ. എങ്ങനെയൊക്കെയോ എല്ലാം ഫേവറബിളായിട്ട് വന്നു. സർപ്രൈസ് അല്ലേ, ഇനി കിട്ടുന്ന ആളൊന്ന് ഞെട്ടിയാൽ മാത്രമേ സക്സസ് ആവുള്ളൂ, ഇല്ലെങ്കിൽ ചീറ്റിപ്പോവും. കുട്ടൂനെ വെച്ചുള്ള കുറച്ച് നീണ്ട നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ്. കുറച്ച് നേരം മെനക്കെട്ടതല്ലേ, ഇരിക്കട്ടെ എല്ലാ ആംഗിളിൽ നിന്നുമുള്ള വ്യൂ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ബർത്ത്ഡേ ബോയിൻ്റെ എൻട്രിയാണ്. ആൾ ഞാൻ വിചാരിച്ച പോലെയല്ല, ചെറുതായിട്ടൊന്ന് സർപ്രൈസ് ആയിട്ടുണ്ട്. റിയാക്ഷൻ നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. പലരും സർപ്രൈസ് ആകുമ്പോഴുള്ള റിയാക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊരു വെറൈറ്റി ആയിരുന്നു. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇനി നമ്മൾ പതിവ് ചടങ്ങിലേക്ക് കടക്കുകയാണ്. Happy birthday to you. ഞങ്ങളൊരു കാര്യം മറന്നുപോയി, നിങ്ങളത് ശ്രദ്ധിച്ചോ? ഇതാണ് സംഭവം. നിങ്ങൾക്കും ഇങ്ങനെ പറ്റാറുണ്ടോ? ഞാനൊരു ചെറിയ ഗിഫ്റ്റ് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അടുത്ത ദിവസം കൊടുത്തപ്പോൾ ഏട്ടൻ്റെ റിയാക്ഷൻ കണ്ടപ്പോൾ മനസ്സിലായി ഏട്ടൻ അതും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.